നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മന്ത്രി വീണ ജോർജ്. മന്ത്രിക്ക് അകമ്പടിയായി വന്ന പോലീസ് വാഹനത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. MC റോഡിൽ നിലമേൽ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത്. ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന BJPയുടെ നിലപാടുകൾക്കെതിരെ പ്രതിരോധം തീർക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട BJP ഭരണത്തിന്റെ ഗതികെട്ട നാൾ വഴികൾ ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നും MLA. ബിവറേജസ് ഔട്ട്ലെറ്റ് തിരികെ മൂന്നാമതും കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തം. പ്രതിഷേധത്തിന്റെ ഭാഗമായി എക്സൈസ് CA ഓഫീസിന് മുന്നിൽ ധർണ. കരുനാഗപ്പള്ളി പാവുമ്പ കാളിയൻ ചന്തയിലാണ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനൊരുങ്ങുന്നത്. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി സൗത്ത് വോയിസ്. ഇതിന്റെ ഭാഗമായി കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിക്കുന്നു. പ്രാഥമിക ഘട്ട മത്സരം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം നിലമേലിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മന്ത്രി വീണ ജോർജ്. മന്ത്രിക്ക് അകമ്പടിയായി വന്ന പോലീസ് വാഹനത്തിലാണ് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. MC റോഡിൽ നിലമേൽ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത്. കൊട്ടാരക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് കാറിലേക്ക് എതിരെ വന്ന മറ്റൊരു കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ KSRTC ബസ്സിൽ ഇടിക്കുകയും ചെയ്തു. ഈ സമയം അതുവഴി സഞ്ചരിക്കുകയായിരുന്ന മന്ത്രി അപകടം കണ്ട് വാഹനം നിർത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. പരിക്കേറ്റവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. MC റോഡിൽ അരമണിക്കൂറിലേറെ ഗതാഗത തടസ്സവുമുണ്ടായി. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ചടയമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ചടയമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ISO സർട്ടിഫിക്കേഷൻ നേടിയതിന്റെ പ്രഖ്യാപനം നടത്തി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പ്രഖ്യാപനം നിർവഹിച്ചു. വിവിധ ഫണ്ടുകളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ISO സർട്ടിഫിക്കേഷൻ നേടിയതിന്റെ പ്രഖ്യാപനം നടത്തി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പ്രഖ്യാപനം നിർവഹിച്ചു. ബന്ധപ്പെട്ട നമ്മുടെ ലോക്കോസുമാരുടെ പ്രവർത്തനങ്ങൾ, നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ റിപ്പോർട്ടിങ്, ഇതെല്ലാം കൂടെ സംയുക്തമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു ടീം ഒന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കാം ഈ ഒരു ഡിക്ലറേഷൻ. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അതൊരു അന്തർദേശീയ നിലവാരത്തിലേക്ക് ഏതൊരു സംഘടനയും ഏതൊരു സംരംഭവും ഉയർത്തപ്പെടുകയാണെങ്കിൽ അതങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് ISO എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും നൽകാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ല. ISOയുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് ഇത് അവാർഡ് വിതരണം ചെയ്തത്. ഈ അവാർഡ് വിതരണം ചെയ്തതിന് മുമ്പ് കർശനമായിട്ടുള്ള ഇൻസ്പെക്ഷനിലാണ്. ഈ ഇൻസ്പെക്ഷനിൽ ചിലപ്പോൾ 2, 3, 4 ആവർത്തിയൊക്കെ സാധാരണ ഇൻസ്പെക്ഷനുകൾ നടത്താറുണ്ട്. നമ്മുടെ മൂത്ര ആശുപത്രിയൊക്കെ ഈ രീതിയിൽ അതിന് വേറെ സംവിധാനങ്ങളാണ്. NQAS, നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവർ ഇതേപോലെ വന്ന് ഇൻസ്പെക്ഷൻ നടത്താൻ വരുമ്പോൾ സാധാരണ വലിയ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ മൂത്ര ആശുപത്രി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ചവറ ഫാമിലി ഹെൽത്ത് സെന്റർ വലിയ അഭിമാനത്തോടുകൂടി നമ്മൾ ഓർക്കണം. സംസ്ഥാനത്ത് തന്നെ 97 മാർക്ക് വാങ്ങിച്ച് ഏറ്റവും മികച്ച ഒരു പ്രകടനം, 100ൽ 97 മാർക്ക് വാങ്ങിച്ച് ഏറ്റവും ഒരു മികച്ച പ്രകടനം നടത്തിയ ഒരു ആശുപത്രിയാണ്. CDS ചെയർപേഴ്സൺ പ്രിയ ജോൺ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ മെർലിൻ സ്വാഗതം പറഞ്ഞു. ISO സർട്ടിഫിക്കറ്റ് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ CDS ചെയർപേഴ്സൺ പ്രിയ ജോണിന് കൈമാറി. നമ്മുടെ നാട്ടിൽ ധാരാളം കുടുംബശ്രീകളുണ്ട്. കുടുംബശ്രീയിലെ അംഗങ്ങൾ ധാരാളമാണ്. ഈ നാട്ടിലെ മിക്കവാറും സ്ത്രീകളെല്ലാം കുടുംബശ്രീ അംഗങ്ങളാണ്. പലരും വരുന്നത് കുടുംബശ്രീയിൽ വന്ന് ആഴ്ചയിലുള്ള സമ്പാദ്യം കൊടുക്കുക, അതിൽ നിന്ന് വായ്പ എടുക്കുക, വായ്പ എടുത്ത് ഭർത്താവിന് കൊടുക്കുക,
ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക, അത് കഴിഞ്ഞിട്ട് ഭർത്താവിനോട് യാചിച്ച് കൈനീട്ടി പൈസ വാങ്ങിച്ച് തിരിച്ചടയ്ക്കുക എന്നുള്ള രീതിയിൽ പലരും പോകുമ്പോൾ, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാരാളം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു നേട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. സ്വയം വിൽപ്പന സംരംഭങ്ങൾ, ധാരാളം സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കാണുന്നതിനപ്പുറത്ത്, നമ്മൾ അറിയുന്നതിനപ്പുറത്തുള്ള വലിയൊരു ഇമ്പാക്റ്റ് ഈ പ്രവർത്തനങ്ങൾ വഴി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം CEF, ME, RF, പ്രവാസി ലോൺ, പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നീ ഫണ്ടുകൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി, അനീസ, ടി റീന, എൻ ബിനുമോൻ, വാർഡംഗങ്ങൾ, ADS, CDS അംഗങ്ങൾ, വിവിധ മേഖലയിലെ കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കടയ്ക്കൽ കോൺഗ്രസ് CPM സംഘർഷത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഷാനവാസ് കടയ്ക്കലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം. പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കവെയാണ് മാധ്യമപ്രവർത്തകന് മർദ്ദനമേറ്റത്. കടയ്ക്കലിൽ കോൺഗ്രസ് CPM സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കവെയാണ് മാധ്യമപ്രവർത്തകന് മർദ്ദനമേറ്റത്. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് കടയ്ക്കലിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കയ്യേറ്റം നടത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കാൻ CPM തയ്യാറാകണമെന്ന് പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ പ്രസിഡന്റ് P സനൽകുമാർ ആവശ്യപ്പെട്ടു. നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ ഈ അടിയന്തരമായി വന്ന അംഗങ്ങളെ ഉപയോഗിച്ച് നമ്മൾ ഇത്തരത്തിലൊരു യോഗം ചേരാനുള്ള സാഹചര്യം ഞാൻ വിവരിക്കാതെ തന്നെ നമ്മുടെ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങേയറ്റം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ ഉള്ളത്. ഈ മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരം പ്രസംഗിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നവർ തന്നെ, അത്തരത്തിൽ പ്രസംഗിക്കുന്നവർ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വളരെ മോശമായ രീതിയിൽ അവരെ ആക്രമിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതുമായ ഒരു പ്രവണതയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. എല്ലായിടത്തുമില്ല, ചില പ്രദേശങ്ങളിൽ മാത്രം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കടയ്ക്കലിൽ കോൺഗ്രസും CPM പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു സംഭവമുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന വലിയൊരു സംഘർഷം, ഏതാണ്ട് 1 മണിക്കൂറോളം കടയ്ക്കൽ പ്രദേശത്തെ സംഘർഷഭരിതമാക്കി തീർത്ത ഒരു സംഭവം. ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ, അതായത് നമ്മുടെ മുഖ്യധാര സാറ്റലൈറ്റ് ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രാദേശിക ചാനലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരാണ് മറ്റ് ചാനലുകൾക്ക് ദൃശ്യങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമായി ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്ട്രിങ്ങറും കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ഷാനവാസിന് നേരെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായി. അത് മറ്റാരുമല്ല, ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായത്. നമുക്കറിയാം, കടയ്ക്കൽ പോലുള്ളൊരു പ്രദേശത്ത് CPM എതിർദിശയിൽ വന്നാൽ ആർക്കും വാർത്ത ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതിനു മുമ്പും സമാനമായി മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണങ്ങൾ ഇവർ അഴിച്ചുവിട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തകർക്ക് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഇടങ്ങളിലെല്ലാം സ്വതന്ത്രമായി ആ ജോലി ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതിനെ ഹനിക്കുന്ന രീതിയിൽ അത് ആരായാലും ശരി, ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ നമുക്കുള്ളത്. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവരോട് നമുക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി, പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CPM നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരക്കാരെ നിങ്ങൾ ഒറ്റപ്പെടുത്തുകയും ഇത്തരക്കാരെ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്താൻ എന്നും മാധ്യമ പ്രവർത്തകരോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം. കാരണം ഞങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾ ഉണ്ടാകൂ എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലും ഒരു ബോധ്യം നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കി ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും സനൽകുമാർ പറഞ്ഞു. മേഖലാ സെക്രട്ടറി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ ട്രഷറർ ബിനു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദീപു, റിയാസ്, ബിനു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാവുമ്പ സ്വദേശിനി രാജമണി അമ്മയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരുനാഗപ്പള്ളി പാവുമ്പ തേജസ്സിൽ RC നായരുടെ ഭാര്യ രാജാമണിയമ്മയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടി വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കരുനാഗപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി പാവുമ്പ കാളിയൻ ചന്തയിൽ നിന്നും പിൻവലിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് തിരികെ മൂന്നാമതും കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി എക്സൈസ് CA ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ബെവ്കോ ഔട്ട്ലെറ്റിനെതിരെ രൂപം കൊണ്ട മദ്യവിരുദ്ധ ജനകീയ സമിതിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്.
കരുനാഗപ്പള്ളി പാവുമ്പ കാളിയൻ ചന്തയിൽ നിന്നും പിൻവലിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് തിരികെ മൂന്നാമതും കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. എക്സൈസ് CI ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വീണ്ടും സ്ഥാപനം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ബെവ്കോ ഔട്ട്ലെറ്റിനെതിരെ രൂപം കൊണ്ട മദ്യവിരുദ്ധ ജനകീയ സമിതിയിലെ അംഗങ്ങളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാളിയൻ ചന്ത മാർക്കറ്റ്, വിപണന കേന്ദ്രം, സ്കൂളുകൾ, ദേവാലയങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പാവുമ്പയുടെ ഹൃദയഭാഗത്ത് ഔട്ട്ലെറ്റ് വന്നാൽ സമാധാനം നഷ്ടപ്പെടും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വഴി നടക്കാൻ പോലും ആകില്ല എന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ മൂന്നാം ഘട്ട സമരത്തിലേക്ക് കടന്നത്. എക്സൈസ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് ട്വിങ്കിൾ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ അടിമകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. എല്ലാ ദിവസവും മയക്കുമരുന്ന് പിടിച്ച് എന്ന് പറഞ്ഞാൽ LP സ്കൂളുകളിലും UP സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബാഗിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തു, മദ്യം കണ്ടെടുത്തു അടക്കമുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തരം മനസ്സ് മരവിപ്പിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജനവാസ സ്ഥലത്ത്, ജനവാസ കേന്ദ്രത്തിൽ ഒരു മദ്യശാല വീണ്ടും സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വലിയൊരു വിഭാഗം കുട്ടികളെ കുറ്റവാളികളാക്കുക എന്നുള്ളതാണ്. ആ വീടുകളിലെ എല്ലാം ഒരു സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പം അതുകൊണ്ട് സർക്കാർ നിർബന്ധമായിട്ട് ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥന. ജനകീയ സമരസമിതി രക്ഷാധികാരി പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. രണ്ടാം ഘട്ടം ഞങ്ങൾ ഇത് ക്യാൻസൽ ചെയ്തതാണ്. ക്യാൻസൽ ചെയ്ത് വീണ്ടും ഞങ്ങളെ മൂന്നാമത് വരുത്തുന്നതിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്തത്. അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത് ശ്രമം ഉപേക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത മാർഗം മുടങ്ങുകയാണ്. ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. ഞങ്ങൾ അയലത്ത് വീട്ടുകാരാ മാത്രമാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വരാൻ അസൗകര്യം ഉണ്ട്. എല്ലാവരും ജോലി പോകുന്നവരാണ്. അതുകൊണ്ടാണ് എല്ലാവരും എത്തുന്നതാണ്. ഇനി ഞങ്ങളെ വീണ്ടും ഒരു സമരത്തിലേക്ക് മാറ്റുന്നതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മായ സുരേഷ്, റെജീന, ഉണ്ണികൃഷ്ണൻ, വിജയലക്ഷ്മി, രാജലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ഔട്ട്ലെറ്റ് കൊണ്ടുവരാനുള്ള ശ്രമം തുടർന്നാൽ അനിശ്ചിതകാല നിരാഹാര സമരം വരെ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. റോഡിൽ കയറി വരുന്നതിൻ്റെ വഴിയുടെ വാതലാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. അത് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ വളരെ ഒരു മതിൻ്റെ വ്യത്യാസം മാത്രത്തിലാണ്. അപ്പോൾ ഇത് വരുന്നത് കൊണ്ട് വളരെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമായിരിക്കും ഞങ്ങളുടെ. പിന്നെ എപ്പോഴും വീട്ടിൽ ആൾക്കാർ കാണണമെന്നില്ല, അതിന് ഒറ്റയ്ക്കായിരിക്കും ചില സമയങ്ങൾ. ഇത് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഖാദി ഓണം മേളയ്ക്ക് കരുനാഗപ്പള്ളിയിൽ തുടക്കമായി. ട്രിവാൻഡ്രം സർവോദയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മേള നടക്കുന്നത്. സെപ്റ്റംബർ 4-ന് മേള സമാപിക്കും. ട്രിവാൻഡ്രം സർവോദയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും CR മഹേഷ് MLA നിർവഹിച്ചു. ഈ ഓണം വിപണന മേളയിൽ പങ്കെടുക്കാൻ, സാധനങ്ങൾ വാങ്ങിക്കാൻ പാരമ്പര്യമായി എത്തിച്ചേരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ സൗകര്യാർത്ഥമാണ് ശുദ്ധമായ എല്ലാ ഉൽപ്പന്നങ്ങളും, തുണിത്തരങ്ങൾ മാത്രമല്ല പ്രകൃതിയിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ വൃത്തിയായി നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം, ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. അത്തരത്തിലുള്ള ഒരു വിപണന മേളയാണ്. ഓണക്കാലമാണ്. എല്ലാ വർഷവും നല്ല കച്ചവടം നടക്കാറുണ്ട്. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. R കിഷോർ കുമാർ സ്വാഗതം പറഞ്ഞു. റെജി ഫോട്ടോ പാർക്ക്, KG രവി, N അജയകുമാർ, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലാണ് മേള നടക്കുന്നത്. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ലഭ്യമാണ്. മേള രാവിലെ 9:30 മുതൽ വൈകുന്നേരം 8 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. സെപ്റ്റംബർ 4-ാം തീയതി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ജില്ലയുടെ വിവിധ ബ്ലോക്കുകളിൽ നിന്നുള്ള NCP നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. 100-ലധികം പ്രവർത്തകരാണ് അംഗത്വം സ്വീകരിച്ചത്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം KPCC ജനറൽ സെക്രട്ടറി M ലിജു ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ജില്ലാ ഭാരവാഹികളടക്കം 100ഓളം പേരാണ് അംഗത്വം സ്വീകരിച്ചത്. NCP കൊല്ലം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബൈജു കരുനാഗപ്പള്ളി, സ്റ്റേറ്റ് സെക്രട്ടറി വിജയരാഘവൻ ഉണ്ണിത്താൻ, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സന്തോഷ് മുള്ളുമല, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് റക്സ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സാംസൺ നെറോണ, വിശ്വ മോഹൻദാസ്, V ചന്ദ്രൻ, ഡോക്ടർ പത്മകുമാർ, പ്രേംനാഥ് ധാര, രാജു ജോർജ് എന്നീ NCP നേതാക്കളും 100ഓളം പ്രവർത്തകരുമാണ് NCP വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം KPCC ജനറൽ സെക്രട്ടറി M ലിജു ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനിടയായ സാഹചര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തി. പ്രിയപ്പെട്ട MLA ശ്രീ CR മഹേഷും PCC നേതാക്കന്മാരുമായി എല്ലാവരുമായി സംസാരിച്ചിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫുമായി നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു യോഗം ഇവിടെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടെ
നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് പാർട്ടി ഇത്തരം ഒരു യോഗം സംഘടിപ്പിച്ച് ഔപചാരികമായി തന്നെ നിങ്ങളെ ഈ യോഗത്തിലേക്ക്, ഈ സംഘടനയിലേക്ക്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്നത് ഈ യോഗത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, രാജ്യത്ത് മതേതര ജനാധിപത്യ ചേരി ഏറ്റവും ശക്തിപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിൽ മതേതര ജനാധിപത്യ ചേരിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അല്ലാതെ മറ്റേ ആർക്കും ഈ നാടിൻ്റെ ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ഷാനവാസ് ഖാൻ, സൂരജ് രവി, AK ഹനീസ്, N ഉണ്ണികൃഷ്ണൻ, ആദിക്കാട് മധു, ചവറ ഹരീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാഹനപ്പെരുപ്പം, കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നീ സാഹചര്യങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ തുടരുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചാത്തന്നൂർ, ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കമണ്ണടി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാലം യാഥാർത്ഥ്യമാവുന്നതോടെ ആദിച്ചനല്ലൂർ, നെടുമ്പന, പൂയപ്പള്ളി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ചാത്തന്നൂരിലേക്ക് എത്താനും ദേശീയപാത ഉപയോഗിക്കാനും എളുപ്പമാകും. സംസ്ഥാനത്തെ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേ ടൂറിസം പദ്ധതികൾക്കും സഹായകമാണ്. ഹൈവേയുടെ ഓരോ 50 കിലോമീറ്റർ ഇടവിട്ട് ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും കേന്ദ്രങ്ങൾ ഒരുക്കും. മലയോര ഹൈവേ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചാത്തന്നൂർ, ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കമണ്ണടി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഈ പഞ്ചായത്തിലാണ്. അപ്പൊ നമുക്ക് പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ഉദ്ഘാടനം വേണമെങ്കിൽ അപ്പുറത്ത് വെക്കാവുന്നതാണ് എന്നുള്ളത് ഞാനവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. ദീർഘകാലമായി ഒരു നാട് കാത്തിരുന്ന ഒരു പദ്ധതി സ്ഥലമേറ്റെടുക്കൽ നടപടിയടക്കം പൂർത്തിയാക്കി പ്രവൃത്തിയിലേക്ക് കടക്കുക. അതിന്റെ നാൾ വഴികളെ കുറിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് നേതൃത്വപരമായ പങ്കുവഹിച്ച MLA ശ്രീ ജയലാൽ ഇവിടെ ചൂണ്ടിക്കാട്ടി എന്നുള്ളത് കൊണ്ട് ആദിച്ചനല്ലൂർ, നെടുമ്പന, പൂയപ്പള്ളി പഞ്ചായത്തുകളിൽ ഉള്ള മനുഷ്യർക്ക് ചാത്തന്നൂരും അതുപോലെ ദേശീയപാതയിലേക്കും എത്താൻ എളുപ്പമായി ഈ പദ്ധതി മാറും എന്നുള്ളത് കൂടി ഇതിന്റെ പ്രത്യേകതയാണ്. പല പദ്ധതികളും നടക്കില്ല എന്ന് കരുതിയത് ഇപ്പോ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റം പൊതുവേ നമ്മുടെ നാടുകളിൽ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ശ്രീകുമാർ, ആദിച്ചനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാചന്ദ്രൻ, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ്, ചാത്തന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് O മഹേശ്വരി, ആദിച്ചനല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M അനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷർ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി സൗത്ത് വോയിസ്. ഇതിന്റെ ഭാഗമായി കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിക്കുന്നു. പ്രാഥമിക ഘട്ട മത്സരം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടത്തി. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരായിരുന്ന കാലഘട്ടങ്ങളിൽ ഈ കേബിൾ ടിവിയുടെ ഭാവി എന്താണെന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയുമില്ലായിരുന്നു. എല്ലാവരും നമ്മളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത് തുടങ്ങുന്നത്, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ വളരെ ആർജവത്തോടെ നട്ടെല്ല് നിവർന്നു നിന്ന് ആ പരിപാടിയിലേക്ക് നമ്മൾ എടുത്തു ചാടുകയായിരുന്നു. ഓണാഘോഷങ്ങളുടെ ഭാഗമായാണ് സൗത്ത് വോയിസ് കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രാഥമിക റൗണ്ട് മത്സരം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രാങ്കണത്തിൽ നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചാനലുകളിലൂടെയുള്ള പരിപാടികളും ഒക്കെ സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാതിരുന്ന കാലഘട്ടം, നവമാധ്യമങ്ങളുടെ കുത്തൊഴുക്കോ തരംഗവുമില്ലാത്ത കാലഘട്ടത്തിൽ വാർത്തകളും വിനോദ പരിപാടികളിലും നമ്മുടെ വീടിനകത്തേക്ക് എത്തിക്കാൻ ജീവിതത്തിലെ ഏറ്റവും നല്ല വസന്ത കാലഘട്ടം, സുവർണ കാലഘട്ടം മാറ്റിവെച്ചവരാണ് ഇന്ന് മധ്യ വയസ്സിലെത്തി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ലാഭം അല്ല, പലരുടെയും ജീവിതം തന്നെ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റൊരു തൊഴിലിനും പോകാനും പറ്റില്ല. അപ്പോൾ ലാഭകരമായ ഒരു ബിസിനസ്സായി ഇതിനെ കാണാതെ സാമൂഹിക പ്രതിബദ്ധത. പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും 5 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു.
സൗത്ത് വോയിസ് ചെയർമാൻ ബിനു പി അധ്യക്ഷത വഹിച്ചു. OCVMD അഫ്സൽ സ്വാഗതം പറഞ്ഞു. സൗത്ത് വോയിസ് മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് വിശദീകരണ പ്രസംഗം നടത്തി. ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ളത് ഈ പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ്. തീർച്ചയായും വരും കാലങ്ങളിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകണം. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി, വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, കൊല്ലം ജില്ലാ സെക്രട്ടറി നൌഷാദ്, ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, ഓച്ചിറ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ, രാജീവ് കുഴിയം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന BJPയുടെ നിലപാടുകൾക്കെതിരെ പ്രതിരോധം തീർക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട BJP ഭരണത്തിന്റെ ഗതികെട്ട നാൾവഴികൾ ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഉന്നതമായ ജനാധിപത്യ ബോധത്തെ തമസ്കരിക്കുവാനും കള്ളവോട്ടിലൂടെ ഭരണരംഗം പിടിച്ചെടുക്കാനുള്ള നരേന്ദ്രമോദിയുടെ സമീപനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട BJP ഭരണത്തിന്റെ ഗതികെട്ട നാൾവഴികൾ ഇന്ത്യയിലെ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ വന്നു അങ്ങനെ 3-4 പ്രാവശ്യം വരാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഇവിടെ നിശ്ചയിച്ച ഒരു പ്രധാനപ്പെട്ട പരിപാടി നമ്മളുടെ സമരസംഗമം, അതിന് വരാൻ വേണ്ടി സാധിച്ചില്ല. അത് ഫർനാൻഡ് വക്കീലിന്റെ മരണത്തെ തുടർന്ന് ആ മീറ്റിംഗ് മാറ്റിവെച്ച സാഹചര്യത്തിലാണ്. പിന്നീട് നമ്മള് ഓർഡർ പട്ടിക വർക്കിലേക്ക് കടന്നതുകൊണ്ട് ആ സമരസംഗമം ഇവിടെയും ആലപ്പുഴ ജില്ലയിലെയും ആ നിലയിൽ നടത്താൻ സാധിക്കില്ല. അതിന്റെ ഒരു കുടിശ്ശിക ഇവിടെ ബാക്കി നിൽക്കുകയാണ്. ഇതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വയനാട് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു. ബത്തേരിയിൽ ചേർന്ന കോൺഗ്രസിന്റെ നേതൃയോഗം, ആ നേതൃയോഗത്തിന് കോൺക്ലേവ് എന്ന പേര് നൽകി ആ വയനാട് യോഗത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു. മിഷൻ 2025 2025 കോൺഗ്രസ് പ്രവർത്തകരുടെ ദൗത്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ്, അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. കാരണം ഇത് തികച്ചും സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമുള്ള, രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയാത്ത ഒരു തുടർ സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അല്ലെങ്കിൽ പ്രസിഡന്റ് സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പോയാലും മതിയാവും. ഞാൻ പ്രസിഡന്റ് സംസാരിക്കുന്ന കൂടെ എടുത്തിട്ട് പോയാൽ മതി. ഞാൻ അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണ, പഴകുളം മധു, MM നസീർ, KC രാജൻ, A ഷാനവാസ് ഖാൻ, S വിപിനചന്ദ്രൻ, N ഉണ്ണികൃഷ്ണൻ, എഴുകോൺ നാരായണൻ, ലീലാകൃഷ്ണൻ, AK ഹഫീസ്, K സുരേഷ് ബാബു, സൂരജ് രവി, P ജെർമിയാസ്, LK ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. കടക്കൽ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ CPM നടത്തിയ അക്രമത്തിൽ DCC നേതൃയോഗം പ്രതിഷേധ പ്രമേയവും പാസാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക ചുങ്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിച്ചു. കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യക്ക് മേൽ 50% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ട്രംപിനെതിരെ പ്രതികരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ട്രംപിന്റെ കോലവും കത്തിച്ചു. കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്യാം ഉദ്ഘാടനം ചെയ്തു. ഈ സമരം നടത്താനിടയായ സാഹചര്യത്തെക്കുറിച്ച് അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനോട് വിശദമായി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ പല സമീപനങ്ങളും നയങ്ങളും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇറക്കുമതി ചുങ്കം ആദ്യം 25% വർദ്ധിപ്പിച്ചു. അതിനുശേഷം റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ള കാരണം കൊണ്ട് ന്യായീകരിക്കുവാൻ കഴിയാത്തൊരു കാരണം ആരോപിച്ചുകൊണ്ട് ട്രംപ് ആ ഇറക്കുമതി ചുങ്കം 25% നിന്നും 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
ഏത് രാജ്യത്തിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിക്കണമെന്നുള്ളത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് ഇന്ത്യയുടെ അവകാശമാണ്. ഇന്ത്യയിൽ നിന്നും എത്രയോ രാജ്യങ്ങൾ പരുത്തി അടക്കം, തേയില അടക്കം, കാപ്പി അടക്കം, റബ്ബർ അടക്കം ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നുണ്ട്. അത് ഏതെല്ലാം രാജ്യങ്ങൾക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. ജില്ലാ കമ്മിറ്റി അംഗം ജി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി എം നസീർ, എച്ച് ഹക്കീം, ഹരി കൊട്ടാരത്തിൽ, സാബു വാസുദേവ്, കോശി തരകൻ, വിജയൻ പിള്ള, കെ എം ഷംസുകുഞ്ഞ്, കെ കെ അനിൽകുമാർ, ശ്രീലത എസ് തമ്പി, ഹുസൈൻ കളീക്കൽ, സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ജനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള തെറ്റായ സാമ്പത്തിക നയസമീപനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കൂടിയാണ് ഇന്ത്യയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്തതിനെതിരായിട്ടുള്ള ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് നടപടിക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്താകമാനം ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടെന്താണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഈ കടന്നാക്രമണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വള്ളികുന്നം ഇലിപ്പിക്കുളം KKM ഗവൺമെന്റ് VHSSലെ ഭിന്നശേഷി കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകി. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം നൽകിയത്. സ്നേഹസ്പർശം എന്ന പേരിലാണ് പരിപാടി. ഇലിപ്പക്കുളം KKM ഗവൺമെന്റ് VHSSലാണ് സ്നേഹസ്പർശം 2025 എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾക്കായി കമ്പ്യൂട്ടർ പരിശീലനം സംഘടിപ്പിച്ചത്. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. വിവിധ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഗെയിമുകളും പരിചയപ്പെടുത്തി. രാവിലെ 10 മണി മുതൽ 12:30 വരെയായിരുന്നു പരിശീലനം. MES ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ഷംനയും മറ്റ് ജീവനക്കാരും ആവശ്യമായ പിന്തുണകൾ നൽകി. മുബീന മോൾ, റഹ്യാനത്ത്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സലൂജ എന്നിവർ പങ്കെടുത്തു. പരിശീലനത്തിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓരോ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. ഇങ്ങനെ ഇവരെല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് നല്ലപോലെ കൊണ്ടുപോകുന്നതിന്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. പ്രധാന വാർത്തകൾ വീണ്ടും. കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മന്ത്രി വീണ ജോർജ്. മന്ത്രിക്ക് അകമ്പടിയായി വന്ന പോലീസ് വാഹനത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. MC റോഡിൽ നിലമേൽ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത്. ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന BJPയുടെ നിലപാടുകൾക്കെതിരെ പ്രതിരോധം തീർക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട BJP ഭരണത്തിന്റെ ഗതികെട്ട നാൾവഴികൾ ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നും MLA. ബിവറേജസ് ഔട്ട്ലെറ്റ് തിരികെ മൂന്നാമതും കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തം. പ്രതിഷേധത്തിന്റെ ഭാഗമായി എക്സൈസ് CA ഓഫീസിന് മുന്നിൽ ധർണ. കരുനാഗപ്പള്ളി പാവുമ്പ കാളിയൻ ചന്തയിലാണ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനൊരുങ്ങുന്നത്. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി സൗത്ത് വോയിസ്. ഇതിന്റെ ഭാഗമായി കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിക്കുന്നു. പ്രാഥമിക ഘട്ട മത്സരം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.